15 വർഷമായി ലൈസൻസ് എടുത്തിട്ട്. വണ്ടി അത്യാവശ്യം ഓടിക്കുന്ന ഒരാളാണ്. റിവേഴ്സിങ്ങിലും കയറ്റത്തിലുമാണ് ബുദ്ധിമുട്ട് അല്ലേ? അപ്പം റിവേഴ്സ് എടുക്കുമ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ കിട്ടാത്തത്? അല്ലെങ്കിൽ മിറർ നോക്കി എടുക്കാനാണ് ബുദ്ധിമുട്ട്? ആരെങ്കിലും പറഞ്ഞാൽ എടുക്കും, എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ മിറർ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെയാ? കാൽഭാഗം വണ്ടിയുടെ സൈഡും ബാക്കി പുറത്തേക്ക് മുക്കാലും 2 സൈഡും അത് തന്നെയായിരിക്കും. ഇത് സെൻട്രൽ മിറർ, അതിനനുസരിച്ച് ബാക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചോണം, ഈ ബാക്ക് ബോഡി ആണല്ലോ നമുക്ക് വണ്ടിയുടെ. ഈ ബാക്ക് ബോഡി നമുക്ക് എന്ത് വസ്തുവാണ് വന്നിരിക്കുന്നത്, ബാക്ക് ബോഡി ഇല്ലേ, ഈ ഒരു പറ്റക്ക് നിന്ന് നമ്മൾ ഫുൾ അടിച്ചാൽ ഈ ഭാഗത്ത് പിന്നെ മുട്ടത്തില്ല. പിന്നെ എവിടെയാണ് നോക്കേണ്ടത്? റൈറ്റ് സൈഡാണ് നോക്കേണ്ടത്. ഈ ഒരു ഭാഗം ഇപ്പോൾ നമുക്ക് എവിടെയാണ്? അപ്പോൾ ഗേറ്റ് ആണ്. അപ്പോൾ ഗേറ്റിൻ്റെ ഒരു സൈഡ് ക്ലിയർ ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡ് ബാലൻസ് ചെയ്ത് നോക്കി എടുക്കുവാണ്. അപ്പോൾ അതിൽ മുട്ടുമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, കുറച്ച് വീണ്ടും മുന്നോട്ട് എടുക്കുക, വീണ്ടും ഫുള്ളായിട്ട് ഇറക്കണം, കുറച്ച് ഇറക്കുക. അപ്പം രണ്ടാമത്തെ സൈഡില്ല, റൈറ്റ് സൈഡ്, അവിടെ ഗ്യാപ്പ് കിട്ടുമ്പോൾ തിരിച്ചിറക്കി തുടങ്ങുക. ഇടത്തെ സൈഡ് ഓൾറെഡി മുട്ടത്തില്ല, അത് നമ്മൾ ഗ്യാപ്പ് ഇട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡാണ് ബുദ്ധിമുട്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കണം. മുട്ടൊന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് കയറ്റിയിട്ട് ഫുൾ ഓടിക്കരുത്, വീണ്ടും ലെഫ്റ്റിലേക്ക് തന്നെ ചേർന്നു കുറച്ച് കറക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഗ്യാപ്പ് കിട്ടും. റൈറ്റ് സൈഡിൽ തടസ്സമായിട്ടുള്ള ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് എന്ത് ചെയ്യാം? തിരിച്ചിറക്കാം. ഈ ഒരു പാറ്റേണിൽ നമുക്ക് എന്ത് ചെയ്യാം? റിവേഴ്സ് പഠിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ എച്ച് പഠിപ്പിക്കുമ്പോഴേ മിറർ നോക്കി തന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും ചെന്ന് എന്ത് ചെയ്യണം? റിവേഴ്സ് ഇടണം. മനസ്സിലായി? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗിയർ മാറുമ്പോൾ കോൺസെൻട്രേഷൻ പോകാറുണ്ടോ? ഇല്ല, പോകില്ല. സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ട്. പിന്നെ വണ്ടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? വണ്ടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം അത് ഞാൻ ഓടിച്ചാൽ അധികം ഫ്രണ്ട് ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ മുന്നിൽ പോകുന്ന വണ്ടിയായിട്ട് എത്രമാത്രം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും? മാക്സിമം അത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിന്റെ ബാക്ക് വീല് കാണുമ്പോൾ ഡിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിലവിലെ റോഡിൽ ഓടിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊരു ഡ്രൈവർ അറിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു 4 കാര്യങ്ങളുണ്ട്, അതറിയാമോ? ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തുകൊണ്ട് ഓടിക്കും. വേറെ ഞാൻ കാര്യം പറയാം. ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് വാഹനം ഓടിക്കേണ്ടതെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അത് കൂടാതെ കെയറിങ്, ഒബ്സർവേഷൻ, അറ്റൻഷൻ, പിന്നെ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരു ഡ്രൈവർ ഓക്കെ ആയിരിക്കും. കെയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന പ്രായമായിട്ടുള്ളവരെയും സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കെയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ഡ്രൈവ് ചെയ്യാം. 2 ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നിരീക്ഷണ ബോധം വേണം. വാഹനം എവിടെ നിന്ന് വേണമെങ്കിലും പെട്ടെന്ന് എന്ത് ചെയ്യാം? കയറി വരാം. നമ്മളെപ്പോഴും അലർട്ടായിരിക്കണം. അലർട്ട് മീൻസ് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിനുവേണ്ടി നമ്മളെപ്പോഴും അലർട്ടായിരിക്കണം. പിന്നെ അതുകൂടാതെ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ ആയിരിക്കണം. മെൻ്റലി ആൻഡ് ഫിസിക്കലി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊന്ന് സ്ട്രെസ്സിലാണ്, ഭയങ്കര ടെൻഷനിലാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? വാഹനം ഓടിക്കരുത്. പിന്നെ ഫിസിക്കലി എന്ന് പറയുമ്പോൾ ജലദോഷം, പനി, ചുമ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? വാഹനം ഓടിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ബേസിക് എന്നുള്ള ഒരു നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു വാഹനത്തിന് നമ്മളൊക്കെ അറിയാം, ഹെവി വണ്ടിയാണ് കയറി വരുന്നതെങ്കിൽ ഒരു വാഹനത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ കയറി വരുന്ന ഏത് വാഹനത്തിനാണോ ഫസ്റ്റ് പ്രയോറിറ്റി എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓടിച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഓടിക്കണം. നമ്മൾ പ്രോപ്പർലി നമ്മൾ എന്താണ്? സേഫാണ്. എങ്ങനെ? 50%. അപ്പോഴും ഞാൻ അപകടം ഉണ്ടാകത്തില്ല എന്ന് പറയത്തില്ല. അപകടം ചിലപ്പോൾ റോഡിൻ്റെ മോശം കൊണ്ട് വരുന്നവരും, ചിലപ്പോൾ വണ്ടിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് ഉണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മെൻ്റലി ആൻഡ് ഫിസിക്കലി അവന് ഓക്കെ അല്ല, സ്ട്രെസ്സിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ദേഷ്യത്തിനൊക്കെ എടുക്കത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴും ആക്സിഡൻറ്റ് ഉണ്ടാകും. അപ്പോൾ 50% നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും എന്തായിരിക്കണം? ഓക്കെ ആയിരിക്കണം. അതേ ഉള്ളൂ.